ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ബോക്സ് റെസിപ്പി ആയാലോ. അപ്പോൾ അതിനുവേണ്ടി നല്ല പഴുത്ത ഏത്തപ്പഴം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പഴം ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ജാഗ്രി പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ പാക്കറ്റിലൊക്കെ മേടിക്കുന്ന ശർക്കരപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തത് നേരെ ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ നെയ്യ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഒരു ലൂസ് ബാറ്റർ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് ചേർക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് നേരെ പാൻ ഫ്ലെയിമിലേക്ക് വെച്ച് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഓരോ തവി മാവ് ഇതേപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ കുഴിത്തവിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം കഴിക്കാനായിട്ട്. ഒരു വശം ഒന്ന് കുക്കായി വരുമ്പോഴേക്കും അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്കിതൊന്ന് മറിച്ചിട്ടും കൂടി കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് എല്ലാം തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നും മാറ്റിയിട്ട് നമുക്ക് അടുത്ത സെറ്റും ഇതേപോലെ തന്നെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടുന്നത് കൂടാതെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണിത്. ഈ ഒരു അളവിൽ നമുക്കൊരു 12 എണ്ണം റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. പഴവും ശർക്കരയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഹണിയും ചെറിയ ബോക്സിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് സ്നാക്സ് ബോക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.